നമുക്ക് എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോകാമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇത് പ്രേക്ഷകരുടെ തീരുമാനമാണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ കാര്യം വെച്ച് മാത്രമല്ല, നമ്മുടെ ഷോയുടെ ഒരാഴ്ചത്തെ അസസ്മെൻ്റൊക്കെ നോക്കിയിട്ടായിരിക്കും അവരിത് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം സേവായ 2-3 പേരുടെ പേര് വായിക്കാമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ആദിലയ്ക്ക് ആരെങ്കിലും ഇതിൽ നിന്ന് സേവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ആദിലയോട് ചോദിക്കുന്നുണ്ട്. നൂറയും അനുമോളയെന്ന് പറയുന്നുണ്ട്. അപ്പം നൂറയും ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റില്ല, അനുമോളെ ഞങ്ങൾക്ക് സേവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനുമോൾ സേവ് ഇടുന്നുള്ള കാർഡ് എടുത്ത് ലാലേട്ടൻ കാണിക്കുന്നുണ്ട്. അനുമോൾ ഇപ്പുറത്തോട്ട് ഇരുന്നോളൂ എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട്, അനുമോൾക്ക് ആരെയാണ് സേവ് ചെയ്യണമെന്ന് തോന്നുന്നത്? അപ്പോൾ അനുമോൾ നൂറാന്ന് പറയുന്നുണ്ട്. അതെന്താ നിങ്ങളിങ്ങനെ 3 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്? എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്കിവിടെ ഇതിൽ വന്നിരിക്കുന്നത് സാബുമാൻ, യു ആർ സേവ്ഡ്. സാബുമാനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, സാബുമാൻ ആ ഞെട്ടലോടെ ആരെയാണ് സേവ് ചെയ്യണമെന്ന് തോന്നുന്നത്? അപ്പം സാബുമാൻ പറയാണ്, ഞാൻ ആര്യനെ പറയുന്നു ലാലേട്ടാ. പിന്നേന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അനീഷേട്ടൻ അത്ര ഇല്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ അനീഷേട്ടൻ അത്ര ഇല്ലയോ? എന്നാൽ ഞാൻ അനീഷേട്ടനെ സേവ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കാർഡെടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല, എന്താ അനീഷേട്ടൻ അത്ര ഇല്ലെന്നോ? അനീഷിനെ വിളിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനീഷ് ഒരാളുടെ പേര് പറയാം അനീഷ്. ആര്യൻ സേവ് ആണോയെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരുടെ പേരാണെന്ന് ചോദിക്കുന്നു. പിന്നെ നൂറ. ആ 2 പേരിൽ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നൂറേന്ന് അനീഷ് പറയുന്നു. അന്നേരം ലാലേട്ടൻ പറയുന്നുണ്ട്, നൂറ സേവ് ആയിട്ടുണ്ട്. നൂറയ്ക്ക് ആരെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നൂറ പറയാണ് ആര്യൻ. അതല്ലെങ്കിൽ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അക്ബർ. നൂറ പറഞ്ഞതിൽ ഒരാളുണ്ട്, അത് അക്ബർ ആണെന്ന് പറഞ്ഞിട്ട് അക്ബർ സേവ്ഡ് എന്നുള്ള കാർഡ് എടുത്ത് ലാലേട്ടൻ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ആര്യനും നെവിനും മാത്രമാണ്. അവരോടായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ 2 പേരും ക്യാപ്റ്റൻസ് ആയിരുന്നു. അപ്പം നിങ്ങളിൽ ആരാണ് പുറത്തു പോകുന്നതെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. നിങ്ങൾ 2 പേരൂടെ തീരുമാനിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന ഒരാളെ, ഇത് ലാസ്റ്റ് ക്യാപ്റ്റൻസിയാണ്, ആരെയാണ് ക്യാപ്റ്റൻ ആക്കേണ്ടത് എന്ന് നിങ്ങൾ 2 പേരൂടെ തീരുമാനിച്ചിട്ട് ഒരു പേര് പറയാൻ പറയുന്നുണ്ട്. ആലോചിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ 2 പേരും കൂടെ സജസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ലാലേട്ടൻ ഞങ്ങൾ 2 പേരുടെ ഡിസൈഡ് ചെയ്തു, നൂറേനെയാണ് ഞങ്ങൾ ക്യാപ്റ്റൻ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. നെവിനാണത് പറയുന്നത്. നൂറയ്ക്ക് ലാലേട്ടൻ കൺഗ്രാജുലേഷൻസ് പറയുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിൽ ഇനി ഇതുവരെയും ക്യാപ്റ്റൻസിയിൽ ആവാത്ത ഒരാൾ ഉള്ളത് അനുമോൾ മാത്രമാണ്. ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റുകളും അവിടെ ഉള്ളതിൽ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ക്യാപ്റ്റനായിട്ടുണ്ട്. വളരെ നല്ലൊരു ഡിസിഷൻ. ഇതുവരെയും നൂറ ക്യാപ്റ്റൻ ആയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ വീക്കെൻഡിൽ ഔട്ടായിരിക്കുന്നത് ആര്യനാണ്. നെവിനെയും സേവ് ആക്കിയിട്ട് ലാസ്റ്റാണ് ആര്യൻ ഔട്ടാവുന്നത്.